Good morning, viewers. Good to see you. ഇന്ന് 19th ഫെബ്രുവരി ആയി. സോ മാർക്കറ്റ് ഇന്ന് ഞാൻ വലിയൊരു സ്ട്രെങ്ത് ഒന്നും മാർക്കറ്റിൽ കാണുന്നില്ല. ബേസിക്കലി നിങ്ങൾക്കറിയാലോ, ഈ ഐ ടി സ്റ്റോക്സ് ലീഡ് ചെയ്യുന്ന കാണുന്നുണ്ട്. ലൈക്ക് ഇൻഫി, ടി സി എസ്, എച്ച് സി എൽ ഇതുപോലത്തെ സ്റ്റോക്സ്. മെയിൻലി ഇന്നെന്താ വെച്ചാൽ ഡൽഹിയിൽ ഒരു ബിൽ ഗേറ്റ്സ് ഒക്കെ ഇന്ന് സംസാരിക്കുന്നത് കേട്ടു. സോ അതുകൊണ്ടൊരു ഹൈപ്പ് മാർക്കറ്റ് ഉണ്ടായാലായിരിക്കണം. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. മാർക്കറ്റിൽ ഞാനൊരു സ്ട്രെങ്ത് കാണുന്നില്ല. ഇന്നലത്തെ എൻ്റെ സ്ട്രാറ്റജി സെയിം തന്നെയാണ്. നിഫ്റ്റിൻ്റെ സ്ട്രാറ്റജി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 26,000 ക്രോസ് ചെയ്യുന്നില്ല നിഫ്റ്റി ഓൾമോസ്റ്റ്. സോ എനിവേ, ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് എവറി ഡേ ദർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ട്രേഡേഴ്സ് എവറി ഡേ ഇൻ ദ മാർക്കറ്റ്. So our opportunity we have to identify and make it a profit. That is our most important thing. സോ എങ്ങനെ കൺസിസ്റ്റൻ്റ്ലി മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൺസിസ്റ്റൻറ്റ് മീൻസ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് 100% മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ തരണം, ഇന്ന് വാങ്ങിച്ച സ്റ്റോക്ക് ഒരു മാസം കൊണ്ട് 100% റിട്ടേൺ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കുന്ന നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വരികയും വേണ്ട. ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ. മേ ബി 1 or 2 കേസ് ഹാപ്പൻ ചെയ്തിട്ടുണ്ടാവും. യു ഡോണ്ട് തിങ്ക് യു വിൽ ബിക്കം എ വാറൻ ബഫറ്റ് ഓർ ചാർലി മങ്കർ ടുമാറോ. അവരൊക്കെ എടുത്ത എഫേർട്ടും അവരൊക്കെ എടുത്ത സിറ്റിംഗ് ഓൺ ദ മണി ഹൗ മെനി ഇയേഴ്സ്, ഈ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസും ഈ കൊറോണ ഇതൊക്കെ മാർക്കറ്റിൽ വരുന്ന സമയത്തും ഇവർ ഇത്ര അധികം റിസ്ക് എടുത്ത് മാർക്കറ്റിൽ ഇരുന്നുകൊണ്ടാണ് അവർക്ക് മാർക്കറ്റ് വലിയ റിട്ടേൺസ് കൊടുത്തത്. സോ അതുകൊണ്ട് നമ്മളൊന്നും അതുപോലെ ആവുമെന്ന് വിചാരിക്കണ്ട. കാരണം അന്നത്തെ ടൈം അല്ല ഇന്നത്തെ ടൈം. ഇന്നത്തെ ടെക്നോളജി ഈസ് ചേഞ്ചിങ് എവറി ഡേ. സോ ഞാൻ പറയുന്നത്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോർമലി പീപ്പിൾ ഡു നോട്ട് റിവീൽ ദർ ട്രേഡിംഗ് സ്ട്രാറ്റജി. പക്ഷേ എനിക്ക് ഐ ഡോണ്ട് ഹാവ് ഐ ബിലീവ് ഇൻ നോളജ് ഷുഡ് ബി ഷെയർഡ്. സോ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി വെച്ചാൽ 1% റിട്ടേൺസ് മാത്രമേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്താലും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ 1% റിട്ടേൺസ് നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടിയാൽ എത്ര പെർസെൻറ്റ് റിട്ടേണാണ് നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് വെച്ചാൽ, ഐ വോണ്ട് ടു ഇംപ്രൂവ് മൈ ട്രേഡിംഗ് സ്കിൽസ് എവറി ഡേ, നോട്ട് ദ പ്രോഫിറ്റ്. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ഞാൻ കോറിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ജപ്പാനീസ് ബിസിനസ് ഫിലോസഫിയാണ്. ഈ ജപ്പാനീസ് ഫിലോസഫിയിൽ ഒരു പറയുന്നുണ്ട്, കെയ്സൻ എന്ന് പറഞ്ഞൊരു ഫിലോസഫി ജപ്പാനീസ് ഫിലോസഫിയാണ്. ഈ കേസൻ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ, കെയ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ചേഞ്ച്, സെൻ മീൻസ് ഗുഡ്. കേസൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഫോർ ദ ബെറ്റർ. സോ യു ഡു എവറിത്തിങ്, യു ഡു വാട്ട് എവർ യു ഡു എവറി ഡേ, യു മേക്ക് ഇറ്റ് ബെറ്റർ. ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. സോ ഇതിൻ്റെ കോർ പ്രിൻസിപ്പിളും ഇത് തന്നെയാണ്. ഇതിൻ്റെ കോർ പ്രിൻസിപ്പിൾ കൈസൻ പറയുന്നത് വെച്ചാൽ, ഇത് ഫിലോസഫി ഈസ് ബിൽറ്റ് ഓൺ ദ ഐഡിയ ദാറ്റ് എവറിത്തിങ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. ഇറ്റ് റിലൈസ് ഓൺ കുറച്ച് ഗോൾഡൻ റൂൾസ് അതിൻ്റെ ഉണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ, ജസ്റ്റ് 1% ഇംപ്രൂവ്മെൻറ്റ് എവറി ഡേ. ഡോണ്ട് എക്സ്പെക്ട് 100% ഇംപ്രൂവ്മെൻറ്റ് വൺസ് ഇൻ എ ഇയർ. നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും നല്ലത് ദിവസം നിങ്ങൾ 1% ഇംപ്രൂവ്മെൻറ്റ് നോക്കുക. സോ ഇഫ് ഐ ഗെറ്റ് 1% പ്രോഫിറ്റ് ഫ്രം ദ മാർക്കറ്റ്, ഐ വിൽ എക്സിറ്റ്. ഇഫ് ഐ ലൂസ് 1% ഓൾസോ, ഐ വിൽ എക്സിറ്റ്. So that is the things you see every day. Sometimes market may go against your bet also. So that is the rule number 1. ഇനി റൂൾ നമ്പർ 2 എന്ന് വെച്ചാൽ, നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിനെക്കാട്ടും മുന്നിൽ യു ഷുഡ് ഹാവ് എ പ്രോസസ് ദാറ്റ് ലീഡ്സ് ടു ഗുഡ് റിസൾട്ട്. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്താലും നല്ലൊരു ബിസിനസ് പ്രോസസ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല മാനേജർ അപ്പോയിൻറ്റ് ചെയ്താലും ആ ബിസിനസ് ഒരു ഫെയിലർ ആയിരിക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യം. കാരണം വെച്ചാൽ, നിങ്ങൾ ട്രൈ ടു ബൈ, പണ്ട് ബഫറ്റ് പറഞ്ഞ പോലെ, ഐ ട്രൈ ടു ബൈ സ്റ്റോക്സ് ഇൻ ബിസിനസ് ദാറ്റ് ആർ സോ വണ്ടർഫുൾ ദാറ്റ് എൻ ഇഡിയറ്റ് ക്യാൻ റൺ ദം, ബിക്കോസ് സൂണർ ഓർ ലേറ്റർ വൺ വിൽ ദം. കാരണം അങ്ങനെയുള്ള ഒരു അത്രയും കോൺഫിഡൻ്റ് ആയ ഒരു ബിസിനസ്സിൽ അവരെ പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ. നിങ്ങൾ ഒരു ബാഡ് കമ്പനി, ഏറ്റവും ബാഡ് കമ്പനി എന്ന് വെച്ചോ, ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് അവിടെ കൊണ്ടുവന്നു, പക്ഷേ ആ ബാഡ് കമ്പനി അവർക്ക് ടേൺ അറൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ, ഒരു സിങ്കിങ് ഷിപ്പ് എന്ന് വെച്ചാൽ, സിങ്കിങ് ഷിപ്പിനെ ടേൺ അറൗണ്ട് ചെയ്യുന്നതിന് കടന്നല്ലേ നിങ്ങളൊരു എക്സിറ്റ് ഫ്രം ദ ഷിപ്പ് ആൻഡ് പുതിയൊരു ബോട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്. ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. പിന്നെ വേറെ എന്ത്, ദാറ്റ് ഈസ് എ ഗോൾ റൂൾ നമ്പർ 2. റൂൾ നമ്പർ 3 എന്ന് വെച്ചാൽ, യു ആർ ടു ഗോ ടു ദ സോഴ്സ്. വാട്ട് ഐ മീൻ ദാറ്റ്, നിങ്ങളൊരു ട്രേഡ് ഫെയിലർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ യു ആർ ടു ഗോ ഡീപ്പ് ഇൻ യുവർ മൈൻഡ്. സോ ഹൗ മൈ ട്രേഡ് വെൻറ്റ് റോങ്. അത് നിങ്ങൾ ട്രേഡിംഗ് സമയത്ത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. മേ ബി ആഫ്റ്റർ ദി ട്രേഡിംഗ് അവേഴ്സ് യു ക്യാൻ അനലൈസ് വാട്ട് വെൻറ്റ് റോങ് ഇൻ മൈ ട്രേഡ്. ഞാനൊരു എക്സാമ്പിൾ പറയുക വെച്ചാൽ, പിന്നെ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നു.
റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നിട്ട് ദർ ആർ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഉണ്ടോ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യും. So you cannot solve each and every problem sitting in your boardroom or an office. If you have a kitchen problem, you have to go and see what is happening in the kitchen. You have a supply chain problem, you have to go to supply chain and see what is happening in the supply chain. This is what the Kaizen principle or go to the source. പിന്നെയുള്ള എലിമിനേഷൻ ഓഫ് വേസ്റ്റ്. എലിമിനേഷൻ ഓഫ് വേസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇത് കേസുള്ള എലിമിനേഷൻ ഓഫ് വേസ്റ്റ്. ഞാൻ ഉദ്ദേശിക്കുന്ന എലിമിനേഷൻ വേസ്റ്റ് എല്ലാ ട്രേഡിലും വെച്ചാൽ ലോസ് വരും. സോ യു ഷുഡ് നോട്ട് അക്യുമുലേറ്റ് ദ ലോസ്, യു ഹാവ് ടു എക്സിറ്റ് ഫ്രം ദാറ്റ്. അതൊരു ആ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്തേ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ നിങ്ങൾ അത് ഈ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സ്നോ ബോൾ പോലെ വേസ്റ്റ് കൂടി വരും. നിങ്ങൾ വിചാരിക്കും ഓക്കെ ദാറ്റ് ലോസ് ഐ ക്യാൻ ടേക്ക് ഇറ്റ് ടുമോറോ. നിങ്ങൾ നാളെ എടുത്തു നോക്കുക ആ ലോസ് ഡബിൾ ആവും. സോ ബെറ്റർ ടു എക്സിറ്റ് ദാറ്റ് ടൈപ്പ് ഓഫ് വേസ്റ്റ് സോ ഇത് ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ നമ്മളെ ഒരു വേൾഡ് ഫേമസ് ഗോൾഫ് പ്ലെയർ ഉണ്ടായത്, ആളുടെ പേര് ടൈഗർ വുഡ്സാണ്. ടൈഗർ വുഡ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ അയാൾ എങ്ങനെ അയാൾ കളി ഇമ്പ്രൂവ് ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ടഡ് ഹിറ്റിംഗ് ദ ബോൾ റിപ്പീറ്റഡ്ലി. ഇങ്ങനെ ദിവസം ബോൾ ഹിറ്റ് ചെയ്തോ. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നതാണെങ്കിൽ ഒരു 100 ഓവർ നിങ്ങൾ ഫേസ് ചെയ്യുക. 100 ഓവർ ചെയ്യുന്ന സമയത്ത് എത്ര ബോൾ നിങ്ങൾക്ക് നെറ്റിൽ ഹിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? നെറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 10 ബോൾ ചെയ്താൽ ഒരു 3 ബോൾ ഹിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, 6 ബോൾ ഹിറ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ പിന്നെ ഇമ്പ്രൂവ് ചെയ്യും. ഓരോ ബോൾ ഹിറ്റ് ചെയ്യാൻ കൂട്ടി വരിക. ഈ ഹിറ്റിംഗ് പ്രാക്ടീസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇത് റിപ്പീറ്റ് ഞാൻ ജിംനാഷ്യം നിങ്ങൾ പോയിക്കാൽ ലിഫ്റ്റ് ദ വെയിറ്റ് ആൻഡ് സീ യുവർ ബോഡി ഈസ് ഇംപ്രൂവിങ് ആൻഡ് ദ സെയിം തിങ് യു റിപ്പീറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. സോ ഇഫ് ദ ട്രേഡ് ഈസ് സക്സസ്ഫുൾ, റിപ്പീറ്റ് ദ സെയിം തിങ് അഗെയിൻ. ട്രേഡ് ഈസ് നോട്ട് സക്സസ്ഫുൾ, ഡോണ്ട് ഡു ദ ട്രേഡ്. സോ അയാൾ പറയുന്നത് വെച്ചാൽ വിന്നിങ് ഈസ് നോട്ട് ഓൾവേസ് എ ബാരോമീറ്റർ, ഗെറ്റിംഗ് ബെറ്റർ എന്നാണ് ടൈഗർ വുഡ് പറഞ്ഞത്. സോ ടൈഗർ വുഡിനെ അറിയാലോ, അത് അയാൾ 82 PGA ടൂർ വിൻ ചെയ്ത് ലോകത്തിൽ ആരും അയാളെ റെക്കോർഡ് ബീറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സോ അത് അത്രയും ഫേമസ് ആയ ഒരു കളിക്കാരനാണ്. സോ അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പെർസ്യൂട്ട് ഓഫ് പെർഫെക്ഷൻ ഇസ് മാറ്റർ ഓഫ് എ ഡിസിപ്ലിൻ, നോട്ട് ബീങ് ഹീറോയിക്. കാരണം നിങ്ങളൊരു ട്രേഡിൽ പ്രോഫിറ്റ് എടുത്താൽ നിങ്ങൾ വലിയ ഹീറോ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. I never think that. നിങ്ങൾ വലിയ പ്രോഫിറ്റ് ഉണ്ടായി ട്രേഡിൽ. That is true, but next day you will be zero. So don't think that. So what is most important is discipline. That is what is important. പിന്നെ എന്ന് വെച്ചാൽ you have to ചില സമയത്ത് മാർക്കറ്റിൽ വെച്ചാൽ you have to adapt the situation. ചില സമയത്ത് മാർക്കറ്റ് നമുക്ക് അൺഫേവറബിൾ ആയിരുന്നു. സോ യു ഹാവ് ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു അഡാപ്റ്റ് ദ സിറ്റുവേഷൻ. ചാൾസ് ഡാർവിൻ പറഞ്ഞ ഒരു തിയറിയാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നിട്ട് ആൾ ഉദ്ദേശിച്ച കാര്യം ചില സ്പീഷീസ് ദേ വർ റിലുക്കൻ ടു അഡോപ്റ്റ് സിറ്റുവേഷൻ, ചേഞ്ച് സിറ്റുവേഷൻ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. സോ ദേ ഓൾ എക്സ്റ്റിങ്ക്ട് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. സോ അത് തന്നെ ട്രേഡിങ്ങിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു അഡോപ്റ്റ്. ഓരോ സിറ്റുവേഷൻ ആൾക്കാർ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങളൊരു ബ്യൂട്ടി പാർലർ റൺ ചെയ്യുന്നു. നിങ്ങൾ നെക്സ്റ്റ് തന്നെ വേറൊരാൾ ബ്യൂട്ടി പാർലർ തുറന്നു, അവിടെ സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെൻറ്റ്സ്, ബ്യൂട്ടിഫുൾ ഗേൾസ് ഇതൊക്കെ വന്ന് അവിടെ അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി ചേഞ്ച് യുവർ ബ്യൂട്ടി പാർലർ സലൂൺ ഓൾസോ, അല്ലെങ്കിൽ യു വിൽ ബി എക്സ്റ്റിങ്ക്ട് ഫ്രം ദ ബിസിനസ്. അത് തന്നെ ഉദ്ദേശിച്ചത്. സോ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വെച്ചാൽ നമ്മളെപ്പോൾ നമ്മളെ എൻഡ് പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. സോ when you take a trade, you should have a pre-planned strategy. So if one lot Nifty, if I am buying, I think that 2,000 rupees is enough for the day, I will exit from the 2,000 rupees. Means you have to exit from that point. ഞാൻ പറയുന്നത് വെച്ചാൽ അല്ലെങ്കിൽ ചില സമയത്ത് ഈ ഏവിയേഷനിൽ ദർ ഈസ് എ പ്രിൻസിപ്പിൾ കോൾഡ് 1 in 60 റൂൾ. അതെന്താണെന്ന് വെച്ചാൽ 1 degree നിങ്ങൾ മിസ് ചെയ്യുന്ന വെച്ചോ, നിങ്ങളുടെ എൻഡ് ഡെസ്റ്റിനേഷനിൽ 1 degree മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന സമയത്ത് by 1 mile for every 60 miles flown ഡീവിയേഷൻ ചെയ്യും. സോ യു ക്യാൻ ഇമാജിൻ ഇത് എമൗണ്ട് ഓഫ് ഡീവിയേഷൻ അതിന് അത്ര കോസ്റ്റ് ആവും. അതുപോലെ തന്നെ ഈ ട്രേഡിങ്ങിൽ ഈ ലോസ് വരുന്ന സമയത്ത് 1% നിങ്ങൾ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ ട്രേഡ് എടുത്ത് മുന്നോട്ട് പോകാകില്ല. എൻഡ് ഓഫ് ദി ഡേ എൻഡ് ഓഫ് ദി ഒരു മാസ ട്രേഡിൽ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ യു വിൽ എൻഡ് അപ്പ് ഇൻ എ ഹ്യൂജ് ലോസ്. അതാണ് വലിയ പ്രധാന കാരണം. ഈ 1 in 60 റൂൾസ് എന്നാണ് ഏവിയേഷനിൽ അത് പറയുന്നത്. സോ ദിസ് കൺസെപ്റ്റ് applies to a life, career, relationship, personal growth. ഇത് എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ ആണ്. സോ ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സേ. പിന്നെ ഫൈനാൻസിൽ എന്ന് വെച്ചാൽ നിങ്ങളെപ്പോൾ ഈ മൾട്ടി ബാഗർ സ്റ്റോക്സ് ടി വിയിലൊക്കെ വന്നിട്ട് പല ആങ്കേഴ്സും പറയുന്നതൊക്കെ, അങ്ങനെ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്സ് ഞാനിതിൽ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ 1% റിട്ടേൺസ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ വേറൊരു കാര്യം പറയാം, പല ആൾക്കും ഈ ബുക്ക് വായിക്കാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും. വായനാശീലം ഇല്ലാത്ത കൂട്ടർക്ക് വായനാശീലം ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് വെച്ചാൽ യു റീഡ് 1 page a day.
എവറി ഡേ യു റീഡ് വൺ പേജ് നിങ്ങൾക്ക് വായിക്കാൻ അത്ര സമയം വേണം. സോ ലൈക്ക് വൈസ് യു ക്യാൻ ഇംപ്രൂവ് യുവർ business as well as in your life. This is what I used to follow in my trading. So thank you. Have a nice day. Please do subscribe my channel.